ഹാലേലൂയ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 തുടങ്ങിയിട്ട് 5 വരെയുള്ള വാക്യം വായിച്ചു. 5 6 വരെ വായിച്ചു. ആദ്യത്തെ വരെ കൊലോസ്യർ 1-ാം അധ്യായം 4-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 6 വരെ. യജമാന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പീൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടതുപോലെ അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. എന്റെ വിവരം ഒക്കെയും കർത്താവിൽ മതി സിസ്റ്റർ, മതി. ഹല്ലേലൂയ. ഈ നമ്മുടെ കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ തന്നെ പലയിടത്തിനകത്ത് പറയുന്നുണ്ട്, നമുക്കൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ സാക്ഷിയാകാൻ പറ്റൂ. നമ്മുടെ രഹസ്യമായിട്ട് അല്ലെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ മടുത്തു പോകാതെ ഹല്ലേലൂയ നമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ പ്രത്യേകം എടുത്തു പറയുന്ന പ്രാർത്ഥന എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു വാക്യം നമ്മൾ 2-ാമത്തെ വാക്യം തന്നെ ഞാൻ പറയുകയാണ്. ആദ്യത്തെ ഒരു വാക്യം എപ്പോഴും അറിയാം, സ്വർഗത്തിൽ നമുക്ക് യജമാനുണ്ടെന്ന് എല്ലാവരും ഓർത്തണം. അതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ യജമാനൊക്കെ ആയിരിക്കും, ചിലപ്പോൾ വലിയ ഉടമസ്ഥതയൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരുടെ നീതി ന്യായത്തോട് പെരുമാറണമെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. പ്രാർത്ഥന ഉറ്റരിപ്പിൻ, സ്തോത്രത്തോൾ അതിൽ ജാഗരി. അപ്പൊ പ്രാർത്ഥന ഉറ്റിരിപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഹല്ലേലൂയ ആമേൻ. വല്ലപ്പോഴും ഇഷ്ടമുള്ളപ്പോഴല്ല, കണ്ടിന്യൂസ്. അപ്പൊ സ്തോത്രത്തോട് അതിൽ ജാഗരിപ്പിൻ ഹല്ലേലൂയ. അപ്പൊ നന്ദിയുള്ള ഹൃദയത്തോട് നമ്മൾ എന്താണ് അതിൽ ജാഗരിക്കണം എന്ന് വെച്ചാൽ എന്താ പറയാ, അതിനകത്ത് തന്നെ ഹല്ലേലൂയ ആമേൻ നമ്മൾ പറയാം ആത്മാവ് ഉണർന്ന് പ്രാർത്ഥിക്കണം. ജാഗരിക്കാന്ന് വെച്ചാൽ എപ്പോഴും പറയും, ജാഗരിക്കാന്ന് വെച്ചാൽ യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർ, അതിർത്തി കാക്കുന്നവരെപ്പോഴും ജാഗ്രതയോട് ഹല്ലേലൂയ അതിന്മേൽ ഹല്ലേലൂയ ആയിരിക്കണം. അവിടെ അതുപോലെ ആയിരിക്കും. ഞാൻ ഇത് ഇന്നലെ രാവിലെ ഉച്ചയ്ക്ക് വായിച്ചു പ്രാർത്ഥന ദൈവമായിട്ട് എനിക്ക് ഇന്നോട് ഇടപെട്ട വചനമാണ്. പക്ഷേ ഞാൻ എന്തിനാ പോയിട്ട് ഇങ്ങനെ ചിലരുടെ ഈ കമന്റ്സ് ഉണ്ട് ഒത്തിരി വചനത്തെ കുറിച്ച്. അപ്പൊ ഒരാൾ എഴുതിയേക്കുന്ന വെച്ചാൽ പറഞ്ഞേക്കുന്നത്, നമ്മുടെ ആയുധങ്ങളെല്ലാം ഒരിക്കലും തുരുമ്പ് പിടിക്കരുത്. നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ആയുധങ്ങൾ, ഇരുമ്പിന്റെ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാതെ കുറച്ച് തുരുമ്പ് പിടിച്ചു അല്ലേ. പക്ഷെ നമുക്ക് അത് ഒരായുധമല്ല, കുറേ ആയുധങ്ങൾ നമ്മൾക്ക് പ്രാർത്ഥനയിൽ പോരാടാൻ ദൈവം തന്നിട്ടുണ്ട് അല്ലേ. അതൊന്നും ഈ തുരുമ്പ് പിടിച്ചു പോകാൻ ഇടയാകാതെ വണ്ണം ആയുധങ്ങളൊക്കെ എപ്പോഴും മൂർച്ച കൂട്ടി ഹല്ലേലൂയ അതിനെ ഉപയോഗിക്കുന്നതാണ് ആമേൻ ഹല്ലേലൂയ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുപോലെ പ്രാർത്ഥിക്കുന്നതാണ് ഈ പ്രാർത്ഥന. കാരണം നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന സകല മേഖലയും നമ്മുടെ ശരീരത്തിൻ്റെതായ ജഡത്തിൻ്റെതായ സകല മേഖലയും മെരുക്കിക്കൊണ്ട് ഒരു മേഖല ഞാൻ കറക്റ്റ്. ഇന്നലെ ഞാൻ രാവിലെ വചനം പറഞ്ഞ കണക്ക് മുന്തിരിവള്ളി കൊമ്പിൽ വസിച്ചിട്ടാണ്, കൊമ്പും മുന്തിരിവള്ളി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അത് കൃത്യമായിട്ട് ഫലം. പക്ഷെ ഫലം എപ്പോഴും മുന്തിരിവള്ളിയുടെയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെച്ചാൽ മുന്തിരിവള്ളിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോട് കൊമ്പിൽ വസിക്കാനായിട്ട് നമ്മൾ കൊടുക്കണം. പക്ഷെ നമ്മളൊക്കെ ഇന്ന് ഇവിടം വരെ വന്നാൽ മതി, ഈ ബ്രാഞ്ചിലോട്ട് പൊയ്ക്കോ, ഈ ബ്രാഞ്ചിലോട്ട് കയറണ്ട, ഇത്രയും പൊക്കത്തിലോട്ട് കയറാതെ അതിന് മുകളോട്ട് കയറണ്ട എന്ന് പറയുന്ന സ്ഥിതിയാണ് നമ്മളിത് മുന്തിരിവള്ളിയോട് പറയുന്ന കണക്കാണ് നമ്മളത് ജീവിതത്തിൽ അല്ലേ. അതായത് മുന്തിരിവള്ളിയോട് പറയാ, ഈ കൊമ്പിലുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം മുന്തിരിവള്ളിക്ക് എവിടെ വേണേലും പടർന്നു പിടിച്ചു, എവിടെ വേണേലും വന്നു, എവിടെയാണ് കായ്ച്ചു എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നില്ല. ഹല്ലേലൂയ. അതുപോലെ എപ്പോഴും ഞാൻ ഇന്നലെ രാവിലെ ആ പദ്യം പറഞ്ഞു പരിശുദ്ധൻ ഇടപെട്ട ഭാഗം ഞാൻ പറയുമ്പോൾ മുന്തിരിയാണ് എപ്പോഴും കായ്ക്കുന്നത്. ഇപ്പൊ മാവിലൊക്കെ നമ്മൾ കുരുമുളക് നട്ടുവെച്ചാ, അപ്പൊ കുരുമുളക് എന്ന് പറഞ്ഞാൽ കുരുമുളക് ആ പടർന്ന് പിടിക്കുന്ന വള്ളിയുമേ പിടിക്കുന്നതാണ്. അതല്ല മാങ്ങ പറിച്ചിട്ട് വന്നിട്ട് കുരുമുളക് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് പലപ്പോഴും പലരുടെ വിചാരം ഈ ഫലം നമ്മുടെയാണെന്ന് വിചാരിച്ചേക്കും അല്ലേ. മുന്തിരിങ്ങ പറിച്ചിട്ട് ഇത് ഞാനാ ഈ കൊമ്പിൽ പിടിച്ചതെന്ന് പറഞ്ഞാൽ കേൾക്കൂ, ശരിയാവില്ല.
പലപ്പോഴും ദൈവമാണ് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഫലമാണ് നമ്മൾ ഉണ്ടാകുന്നത്. പക്ഷെ ഇന്ന് പലരുടെയും ചിന്ത ഇത് എന്റെ ഫലമാണ്, എന്നിട്ട് ഇതിനെ പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുകയാണ്, ഇത് നമ്മളുടെ ഏതാണ്ട് ആയതെന്ന് വിചാരിച്ചിട്ട്. ഹല്ലേലൂയ. അപ്പൊ അല്ല, ദൈവത്തിൻ്റെതാണ് ഫലം, ദൈവമാണ്, കർത്താവ് യേശു ക്രിസ്തുവാണ് നമ്മൾ ഫലം കായ്ക്കുന്നത്. രാവിലെ ദൈവാത്മ ഇടപെട്ടതുപോലെ തന്നെയാണ് പറയുന്നത്. നമുക്ക് പ്രാർത്ഥന ചെയ്യുമ്പം അതുപോലെ നമ്മൾ ഉണർന്ന് തന്നെ പ്രാർത്ഥിക്കണം. എന്താ വെച്ചാൽ ഉണർന്ന് പ്രാർത്ഥിക്കുക, നമ്മുടെ ജഡത്തില് ഉണരലല്ല. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പലപ്പോഴും അത് നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മുടെ ക്ഷീണം കാരണം, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോകാറുണ്ട് ചിലപ്പോഴൊക്കെ, അല്ലെ? പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. നമ്മള് സ്തോത്രത്തോടെ ജാഗരിക്കണം. ആമേ, നന്ദിയുള്ള ഹൃദയത്തോടെ എപ്പോഴും അതിന്മേൽ ഹല്ലേലൂയ ആ പ്രാർത്ഥന ഇങ്ങനെ ജാഗരിച്ച് ഓരോ സ്ഥലത്ത് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, എന്തെങ്കിലും ശത്രു നിൽക്കുന്നുണ്ടോ, അങ്ങനെ നോക്കിക്കൊണ്ട് സ്തോത്രത്തോടെ ജാഗരിച്ച് പ്രാർത്ഥന എന്ന് പറയുമ്പോ ഓരോ മേഖലയും ക്രോസ് ചെയ്ത് മുൻപോട്ട് പോകുന്നതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം വിജയൻ പാസ്റ്റർ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന, ശിഷ്യന്മാരുടെ പ്രാചീന അങ്ങനെ ഓരോരുത്തർ പ്രാർത്ഥനയെ കുറിച്ച് ഇങ്ങനെ വാക്യം ഇങ്ങനെ കാര്യങ്ങൾ. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ തന്നെ ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പിന്നൊന്ന് കേട്ടു നോക്കി. നിങ്ങൾ രാവിലെ ഇരിക്കുമ്പോൾ, ഉച്ചയ്ക്ക് ഇരിക്കുമ്പോൾ, വൈകിട്ട് ഇരിക്കുമ്പോഴും ഈ പ്രാർത്ഥിക്കുന്നത് ഒരേ കാര്യം തന്നെയാണെങ്കിൽ അത് ജൽപ്പനമാണ്. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു, നമ്മുടെ പലരുടെയും പ്രാർത്ഥന കേട്ടാൽ മനസ്സിലാവുന്ന കാര്യം ഒരേ പാറ്റേൺ, ഒരേ കാര്യം, ചിലപ്പോൾ പറയുന്ന വാക്യങ്ങൾ പോലും ഒരേ വാചകങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ട്. അതിന് പോലൊരു മാറ്റം വരുന്നില്ലെങ്കിൽ ഈ പ്രാർത്ഥന ഒരു ദൈവ മനുഷ്യന്റെ പ്രാർത്ഥന അല്ല. ദൈവമനുഷ്യന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ ഹിതപ്രകാരം, അല്ലെ നമ്മൾ ഓരോ സമയത്ത് പ്രാർത്ഥിക്കും, നമ്മൾ ആത്മാവിൽ ജാഗരിക്കുമ്പം നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ തരുന്ന പ്രാർത്ഥനയാണ്. എന്നുവെച്ചാൽ നമ്മൾ ആ നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നിടത്ത് തന്നെ നിന്നിട്ട് നമ്മൾ സൈക്കിളി ചവിട്ടുന്ന പോലെ സ്റ്റാൻഡ് പിടിച്ചു വെച്ചിട്ട്, സ്റ്റാൻഡ് എടുത്ത് വെച്ചൊരു സൈക്കിളി ചവിട്ടിയ ആ സൈക്കിൾ എങ്ങോട്ട് മൂവ് ആകത്തില്ല. അതുപോലെ നമ്മുടെ പ്രാർത്ഥന, ഒരേ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ആമിഹാലെ പുതിയ പുതിയ തലങ്ങളെ നമ്മൾ കീഴടക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റും. ഞാൻ രാവിലെ, ഉച്ചയ്ക്കും, വൈകിട്ടും, അല്ലെ രാത്രിയിൽ 4 നേരം ഞാൻ പ്രാർത്ഥിക്കും ഒരു ദിവസം എന്ന് പറയും. പക്ഷെ ഈ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ലെവല് മാറുന്നില്ല, അതിന്റെ റലം മാറുന്നില്ല. ഈ പ്രാർത്ഥനയുടെ ലെവൽ എങ്ങനത്തോളം മാറുന്നുവോ, നമ്മൾ ജാഗരിച്ച് കയറി ഓരോ വഴിയും ക്രോസ് ചെയ്ത് നമ്മൾ മുൻപോട്ട് പോകുന്നുവോ, അതനുസരിച്ചിരിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിന്. ഇവിടെ പറയുന്നത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അടുത്ത എനിക്കൊന്ന് 2 വരെ 4 വരെ വാക്യം, 5-ാമത്തെ വാക്യം തന്നെ നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് പറയുമ്പോൾ ഞാൻ അവിടേക്ക് പോകുന്നില്ല. പക്ഷെ പറയാം അടുത്ത നമ്മൾ ജ്ഞാനത്തോടെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ നിങ്ങൾ എങ്ങനെ ഉത്തരം എന്ന് അറിയേണ്ടത് നിങ്ങളുടെ വാക്കെപ്പോഴും ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ പ്രാർത്ഥന എന്തോ പ്രാർത്ഥിച്ചു കഴിയുമ്പോന്ന് വെച്ചാൽ നമ്മളിലൂടെ ദൈവത്തിന്റെ പുറത്ത് താഴോട്ട് വായിക്കണം. നമ്മൾ ദൈവത്തിന്റെ സാക്ഷികളാകുന്ന വെച്ചാൽ നമ്മൾ രോഗം മാറിയത് പറയുന്നല്ല ദൈവത്തിന്റെ സാക്ഷിയാകുന്നത്, നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്ന ദൈവത്തിന്റെ സാക്ഷിയാകുന്നത്, അല്ലെ? സുവിശേഷങ്ങളിൽ യേശു കർത്താവരോട് പറയുന്നത് വെച്ചാൽ ആരംഭത്തിൽ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ശക്തി ധരിച്ചു കഴിഞ്ഞിട്ട് വേണം പോകാൻ. പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ശക്തി നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് സാക്ഷിയാകാൻ പറ്റും. ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാണല്ലേ. അവിടെ പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച് പറയാനുള്ളതാണ്, നമ്മൾ ദൈവം ചെയ്ത പ്രവൃത്തി ഞാൻ പോകുന്നുകൊണ്ട് ഞാൻ ചെയ്ത അധികം ഞാൻ പോകുന്നുണ്ട് കാര്യസ്ഥ നിങ്ങളുടെ മേൽ വരുമ്പോ അതിൽ അധികം ചെയ്യും. ഇതാണ് നമ്മൾ ദൈവത്തിന്റെ സാക്ഷിയാകുന്നത്, അല്ലെ? ഈ സാക്ഷിയാണ് എന്ത് വേണം? ശക്തി വേണം. ഈ സാക്ഷിയാണ് എന്ത് വേണം? പ്രാർത്ഥന വേണം. അൽമോൾ ഇന്നലെ ഇരുന്നോണ്ട് പറയായിരുന്നു ഹല്ലേലൂയ, അവള് ഇന്നലെ വചനമൊക്കെ വായിച്ചിട്ട് ഒത്തിരി നോട്ട്സൊക്കെ ഇങ്ങനെ ഭയങ്കര വചനത്തിന്റെ വെളിപ്പാടിക്ക് ആഴമായിട്ട് വചനത്തിന്റെ വെളിപ്പാടുകൾ എനിക്ക് ആഴമായിട്ട് ബൈബിളിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞിട്ട് യേശു കർത്താവിനെ കുറിച്ചപ്പം അതിന്റെ ഓരോ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് പോലും അവളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പം
അപ്പൊ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ആഴമായിട്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയണം. ഇപ്പൊ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് കൂടാതെ ഹാലേലൂയ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തല പ്രവൃത്തികൾക്ക് ശേഷം ഹാലേലൂയ എഴുന്നേറ്റ് ഒരു വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നു. ഹാലേലൂയ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അത് ബൈബിൾ ഉൾക്കൊണ്ടിട്ടില്ല, ബൈബിൾ എഴുതിയിട്ടില്ല. അത് ചരിത്രത്തിലുണ്ട്. അവരെ കുറിച്ച് ഒത്തിരി പേര് രക്തസാക്ഷികളായിട്ടുണ്ട് ആ സമയത്തൊക്കെ. ഹല്ലേലൂയ. അവരെ കുറിച്ചൊക്കെ ഈ ബൈബിൾ ഇങ്ങനെ ഒരു രൂപത്തിൽ വരാൻ വേണ്ടി, നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഈ പുസ്തക രൂപത്തിൽ വരാൻ വേണ്ടിട്ട് ഒത്തിരി പേർ രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവരെ കുറിച്ചൊക്കെ എനിക്ക് അറിയണം, പഠിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ നല്ല കാര്യം, അങ്ങനെ ദൈവം പ്രേരിപ്പിച്ചത് നിനക്ക് എന്താ ദൈവം പ്രേരിപ്പിച്ചു അത് ചെയ്തോളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾക്കൊക്കെ ഇവിടെ നമ്മളൊക്കെ എവിടെ നിന്നൊക്കെ ഇച്ചിരിയൊക്കെ അറിവും മൂല്യം കിട്ടുന്നവരായിട്ടല്ല. ദൈവത്തിന്റെ സാക്ഷിയാകണമെങ്കിൽ ദൈവത്തിന്റെ ഹൃദയം അല്ലെ ആ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തരാൻ തോന്നും. അപ്പൊ ഞാൻ പറഞ്ഞ പ്രാർത്ഥന, ഞാനപ്പോ പറഞ്ഞ അതിനുവേണ്ടി ദൈവത്തിന്റെ ഓരോന്ന് വെളിപ്പെടണമെങ്കിൽ പ്രാർത്ഥിക്കണം. അപ്പൊ ഇന്നലെ ഇങ്ങനെ ഞങ്ങള് 2-3 ദിവസം കോൺഫറൻസ് പോയപ്പോൾ ഞാൻ പറയാം, ബിരിയാണി പാസ്റ്റർ പോലെ വന്ന ബൈബിൾ ഇങ്ങനെ തുറക്കത്തൊന്നും പോലെ എപ്പോഴും കയ്യിലൊരു കുഞ്ഞ് ബൈബിള് വേണം, അതിങ്ങനെ കൊണ്ടുവെക്കും. ചിലപ്പോ അങ്ങനെ ഒരു വാക്യം ബൈബിൾ. പിന്നെ ഇങ്ങനെ ഹല്ലേലൂയ അതിങ്ങനെ ദൈവീയമായ ദൂതുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വചനത്തിൽ നിന്നുള്ള ദൂതുകളെ കുറിച്ച് അതിങ്ങനെ വന്നുകൊണ്ടേ നോൺ സ്റ്റോപ്പ്. അപ്പൊ ഇത് എന്തുകൊണ്ടാ ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ ആ മനുഷ്യന്റെ പ്രാർത്ഥന ഒരു ഹല്ലേലൂയ മീറ്റിങ്ങിലേക്ക് കയറണമെങ്കിൽ ഹല്ലേലൂയ ഇവിടെ നമുക്ക് പരിചയമുള്ളടുത്ത് വന്ന് താമസിക്കുന്നു. അപ്പൊ അവിടുത്തെ പലരും നമ്മളോട് പറയുന്ന, അയ്യോ മറ്റേ വിനോച്ചന്റെ വൈഫൊക്കെ എപ്പോഴും പറയുന്നു, ശാലി ചേച്ചി എപ്പോഴും പറയും, എടി കുഞ്ഞേ എനിക്ക് ആകെപ്പാട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം റൂമിൽ നിന്ന് പുറത്തോട്ടിറങ്ങും. അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും, ഒന്ന് നമ്മളോട് ചിരിക്കും, എന്തെങ്കിലും ഒന്ന് ചോദിക്കും, നേരെ റൂമിൽ കയറി മുട്ടുമേലിരിക്കുന്നതാണ്. ഈ ഇരിക്കുന്ന നമ്മൾ ചെന്ന് നോക്കുമ്പം ചിലപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പുള്ളി ഇരിക്കുന്നതുണ്ട്. ഇടയ്ക്ക് പോയിട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഈ മണിക്കൂറുകൾ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ ഒന്നുമല്ല, 8ഉം 10ഉം 12 മണിക്കൂർ മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മളെ പോലെ, ഞാൻ പറഞ്ഞത് നമ്മളെ പോലെ 5 മിനിറ്റ് മുട്ടുമേൽ ഇരിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, 10 മിനിറ്റ് ഇരിക്കുന്ന കാര്യമല്ല. ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നീ ഇന്ന് വരെ നിനക്ക് മുട്ടുമേൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല, എവിടെയെങ്കിലും ചർച്ചില് കത്തുമേശ സമയം എന്തെങ്കിലും അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞു ആ മുട്ടുമേൽ ഇരിക്കാന്ന് വെച്ചാ ഈസി അല്ലത്. ഞാൻ പറഞ്ഞു ഈവൻ നമുക്ക് മുറി അടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ, രഹസ്യത്തിൽ കയറുന്ന എത്ര പേർക്ക് എത്ര സമയം രഹസ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ട്? നമ്മളെല്ലാരും സൂമിക്കറി പ്രാർത്ഥിക്കും, രണ്ടുപേരും പരസ്പരം വിളിച്ച് പ്രാർത്ഥിക്കും, കൂട്ടായ്മയിൽ പോയാൽ പ്രാർത്ഥിക്കും, അങ്ങനെ അവിടെയൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ ചോദിക്കുന്ന രഹസ്യത്തിൽ ദൈവമായിട്ട് മാത്രം പേഴ്സണൽ ലൈഫിൽ മറ്റൊരു വിഷയം എഴുതിക്കൊണ്ട് അല്ല മറ്റൊരു വിഷയം എടുത്തു വെച്ചുകൊണ്ടിരിക്കാതെ, നമ്മുടെ ഒരു വിഷയം നമ്മൾ റെക്കോർഡഡ് വിഷയം വെച്ചുകൊണ്ടിരിക്കാതെ ദൈവമായിട്ട് ഹല്ലേലൂയ നമ്മുടെ ഹൃദയം ദൈവത്തോട് സംസാരിക്കുന്ന, അല്ലെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്ന ഈ കമ്മ്യൂണിക്കേഷൻ ഒരു ദിവസം എത്ര മണിക്കൂർ നമ്മൾ ചെയ്യുന്നുണ്ട്? ഇവിടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലോകത്തുള്ളവരെല്ലാം കാര്യം അത് പ്രാർത്ഥിക്കണ്ടേ എന്നല്ല ഞാൻ, അതെല്ലാം സമയമുണ്ട്. പക്ഷേ നമ്മൾ ദൈവമായിട്ടിരിക്കുന്ന സമയം, എന്നാലും ഞാൻ രസകരമായിട്ട് ദൈവം കിച്ചണിൽ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ എനിക്കത് ഫിഷ് എന്താ കഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുക്കിങ്ങിൽ എന്തായാലും കുക്കിങ്ങില്ല, കിച്ചണിൽ നിൽക്കുമ്പോൾ സിങ്കിന്റെ അങ്ങനെ എന്തോ ചെയ്തോണ്ടിരിക്കുന്ന ദൈവം എന്നോട് ഒരു കാര്യം സംസാരിച്ചു. ഞാൻ അത് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഉള്ളോട് പറഞ്ഞപ്പോ പറയാം, ഇത് ഭയങ്കര സംഭവമാണല്ലോ, നമുക്ക് കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ ഭയങ്കര നമുക്ക് അതിശയം. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പല സഭകളും പല പാസ്റ്റർമാരും ഈ മറ്റുള്ള പബ്ലിക് മീറ്റിംഗ്, നല്ല മീറ്റിംഗ് നടക്കുന്നത് പോകാൻ അനുവദിക്കത്തില്ല വിശ്വാസികളെ. റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പലരും പറയും അങ്ങനെ മറ്റൊരിടത്ത് നടക്കുന്ന മീറ്റിംഗ് ഒന്നും പോകാൻ പാടില്ല, ഇവിടുത്തെ മീറ്റിംഗ് മാത്രം. അപ്പൊ ഞാൻ പണ്ടേ പറയും, പണ്ട് ഞാൻ എന്റെ മനസ്സിൽ ആ സമയത്ത് ഒരു ദിവസം ഇങ്ങനെ എന്താ പറയുമ്പോ, കർത്താവ് യേശുക്രിസ്തു പണ്ടങ്ങ് സ്വതന്ത്രമാക്കിയതാ, ഇനി അടിമത്തത്തിൽ കുടുങ്ങിയപ്പോലെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തമാശ കൂടെ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകുന്ന മീറ്റിംഗ് ആണ്, എനിക്ക് എവിടെ നല്ല മീറ്റിംഗ് ആണെന്ന് ഞാൻ ഓടിപ്പോകും. അല്ലെ അത് സഭയൊന്നും നോക്കത്തില്ല, ഏത് നല്ല ദൈവദാസന്മാരൊന്നും അഭിഷേകം അതൊരിക്കലും. അപ്പൊ ഇന്നാ ഞാൻ ഇങ്ങനെ ദൈവം എന്തോരം ആൾക്കാർ ഇങ്ങനെ
പറഞ്ഞു. പക്ഷെ വെളിപ്പാട് ദേവസ്വന്മാര് പറയുന്നിടത്ത് തന്നെ മീറ്റിംഗ് കൊണ്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് തന്നെ പറയാം. ഹല്ലേലൂയ. പക്ഷെ ഇത് ചിലരിങ്ങനെ പറയാം. അപ്പൊ ഇന്നലെ ഞാനിങ്ങനെ വെച്ച് കർത്താവ് എന്തോ ഇതാ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ആ കിട്ടുന്നൊരു അവസരം ഹല്ലേലൂയ അവർക്ക് പ്രയോജനപ്പെടുക. കാരണം ഇപ്പൊ കർത്താവിനത് ഇനി അങ്ങനെ പറയുന്ന പാസ്റ്റർമാരുണ്ടെങ്കിൽ നീ ഒരു കാര്യം തിരിച്ചു പറഞ്ഞാൽ മതി. പാസ്റ്റർ അവിടെ എവിടെയെങ്കിലും നല്ല റെസ്റ്റോറന്റുകളൊക്കെ പോയി ഫുഡ് കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അവരോട് ഉണ്ടെന്ന് പറയാണ്. ചേക്ക് KFC കഴിക്കാറുണ്ടോ? ഉണ്ട്. അല്ലെങ്കിൽ ഇന്ന റെസ്റ്റോറന്റിൽ പറഞ്ഞുണ്ട്. അതെന്തിനാ പോന്നെ? സ്വന്തം വീട്ടിലടുക്കളയില്ലേ? സ്വന്തം വീട്ടിലടുക്കളയില്ലേ? അവിടെ പാചകം ചെയ്താൽ തിന്നാ പോരെ? എന്തിനാ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കുന്നത് എന്തിനാ? കാരണം സ്വന്തം വീട്ടിൽ ഒരു സഭയ്ക്കുള്ളിൽ പറയണം, മറ്റിടത്ത് വചനം കേൾക്കരുത് പറയുന്നവര് സ്വന്തം അടുക്കളയിൽ മാത്രം പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നവരെ പോലെ. ഏതെങ്കിലും ഒരു പാസ്റ്റർ നിനക്ക് കാണിച്ചു തരാമോ പുറത്തോ ഹോട്ടലിൽ പോയി റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാത്ത ആൾക്കാർ? പുതിയ ഫുഡുകളിൽ ഒരു പുതിയ റെസ്റ്റോറന്റ് നമ്മൾ പറയുന്നത് നല്ല ഫുഡാട്ടോ അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇത് പോയി കഴിക്കാത്ത ആരെങ്കിലും ഉണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അവരാണ് വീട്ടിൽ മാത്രം. ഞാൻ ഇന്ന് വരെ ഒരൊറ്റ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിച്ചിട്ടേ ഇല്ല, ഞാൻ എൻ്റെ വീട്ടിലെ ഭക്ഷണം മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഹല്ലേലൂയ ഒരു മറ്റിടത്ത് പറയുന്ന വചനം കേൾക്കാൻ പോരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല ശുശ്രൂഷ അനുഭവിക്കാൻ പോരെന്ന് പറയുന്നത് അതുപോലെയാണ്. ഹല്ലേലൂയ ഇത് അങ്ങ് തിരിച്ചു ചോദിക്കുക, എന്നിട്ട് എന്തിനാ അങ്ങനെ പോകുന്നത് ചോദിച്ചാൽ മതി. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. അപ്പൊ ഞാനിതിങ്ങനെ കേട്ടന്നേരം നിന്ന് വൈകിട്ട് കൂടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വചനം ചെയ്തത് ഇത് പറഞ്ഞപ്പോ അത് ശരിക്കും പറഞ്ഞ ചില സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനെ സംസാരിക്കുമ്പോൾ വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് വളരെ നമ്മൾ വലിയൊരു വിഷയമൊക്കെ കൊണ്ടുവരുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ആൻസർ. പക്ഷെ ഇതിന് നമ്മൾ ഹല്ലേലൂയ സംസാരിക്കണം. ഞാനിപ്പോ ഇവിടെ മൈക്ക് മ്യൂട്ടാക്കി വെച്ചിട്ട് ഞാൻ എത്ര സംസാരിച്ചാലും നിങ്ങളുടെ അവിടെ ഇരിക്കുന്ന നെറ്റ്വർക്ക് എത്ര ക്ലിയർ ആന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉപയോഗിക്കുന്ന ഫോണോ ഐപാഡോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ എത്ര പവർഫുൾ ആന്ന് പറഞ്ഞ് ഏറ്റവും ബെസ്റ്റ് ഏതാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും കേൾക്കത്തില്ല. നിങ്ങളവിടെ കേൾക്കണം, ഞാനിവിടെ അൺമ്യൂട്ട് ചെയ്ത് തന്നെ വേണം. ഇതുപോലെയാണ് നമ്മൾ എന്തൊക്കെ വിശേഷത പറയാനുണ്ടെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അത് മ്യൂട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ അല്ലെങ്കിൽ നമ്മളവിടെ നമ്മുടെ വോളിയം ഓഫാക്കി വെച്ചേക്കുകയാണെങ്കിൽ നമ്മൾ കേൾക്കാതിരിക്കുന്ന പോലെയാണ് പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ ഹല്ലേലൂയ ആമേൻ ജാഗരിക്കാതെ സംസാരിക്കാതെ പ്രാർത്ഥിക്കാതെ. ഇപ്പൊ നമ്മുടെ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് അതുപോലെ പൗലോസ് അതുപോലെ പറയുന്ന കാര്യം, പ്രാർത്ഥന നമ്മൾ ഉച്ചരിക്കണം സ്തോത്രത്തോടെ ജാഗരി. എന്നിട്ട് അതിന് അടുത്ത കാര്യം എനിക്ക് നല്ല ആ ഭാഗമുണ്ട്. എനിക്ക് ബന്ധനകാരമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ ഭാഗത്ത് തുറന്നു തരികയും അത് ഞാൻ സംസാരിക്കുമ്പോൾ അതിന് വെളിപ്പെടുത്തേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് പറയുന്നുണ്ട്. എന്റെ രോഗം മാറാൻ പ്രാർത്ഥിക്കണേ, എനിക്ക് കടഭാരം മാറാൻ പ്രാർത്ഥിക്കണേ, എന്റെ ബുദ്ധിമുട്ട് മാറാൻ പ്രാർത്ഥിക്കണേ, എന്റെ സഭയിൽ ഇന്ന ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കണം ഒന്നുമല്ല, വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് ഉപയോഗിച്ച് പറയാൻ എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം. ഹല്ലേലൂയ. അപ്പൊ ഈ ബന്ധന കാരണമായെന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന വാക്യാണ് ഞാൻ നേരത്തെ പറഞ്ഞേ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കി. പക്ഷെ ഇവിടെ ഒരു ബന്ധന കാരണമായ ക്രിസ്തുവിനെ കുറിച്ച്. അപ്പൊ അവിടെ നമ്മളെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കി എന്ന് പറഞ്ഞ വചനം ഈ ലോകത്ത് നിന്ന്, പാപത്തിൽ നിന്ന്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് അങ്ങനെ സകലത്തിൽ നിന്നും കർത്താവ് നമ്മളെ സ്വതന്ത്രമാക്കി. കൊലോസിലെ 1-ാം അധ്യായം പറഞ്ഞേക്കുന്നത് ഇരുട്ടിന്റെ അധികാരത്തെ നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപരായ പുത്രന്റെ രാജ്യത്തിലാക്കി. അപ്പൊ ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മളെ സ്വതന്ത്രമാക്കി. പക്ഷേങ്കില് നമ്മളെ ക്രിസ്തുവുമായിട്ട് ബന്ധിപ്പിച്ചു. ആമേൻ. ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മളെ സ്വതന്ത്രം. പക്ഷെ നമ്മുടെ ഇവിടെ ക്രിസ്തുവുമായിട്ട് നമ്മൾ ബന്ധിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇത് നമുക്ക് ഓർമ്മ വേണം. ഈ ക്രിസ്തുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ അങ്ങനെയാണ് പറഞ്ഞത്, ബന്ധന കാരണമായ ക്രിസ്തു. ആ ക്രിസ്തുവിനെ കുറിച്ച് അതിന്റെ മർമ്മം ഒന്ന് പ്രസ്താവിക്കണം. ആ മർമ്മം ഒന്ന് വെളിപ്പെട്ട് കിട്ടണം. അത് വെളിപ്പെടുത്തുകയാണെങ്കിൽ ആരെ വെളിപ്പെടുത്തുക? ദൈവം തന്നെ വെളിപ്പെടുത്തിയാലേ ദൈവത്തിന്റെ ഹൃദയത്തിരിക്കുന്ന രഹസ്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടത്തു. ആമേൻ.
സാറാമ്മ സിസ്റ്റർ ഏറ്റവും വിശ്വാസമുള്ള ഒരാളോടായിരിക്കും ഏറ്റവും സീക്രട്ട് ആയിട്ട് കാര്യം ഉണ്ടപ്പോ പറയുന്നല്ലേ. കണ്ണി കാണുന്നവരോടൊക്കെ ഏറ്റവും ഭയങ്കര ഹൃദയത്തിൽ ആഴത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും. ഇല്ല, നമുക്ക് ഏറ്റവും വിശ്വസ്തനായ, അതൊരിക്കലും പുറത്തു പോകത്തില്ല എന്നുള്ളവരിടയ്ക്ക് ഏറ്റവും സീക്രട്ട് പറയുന്നത്. ഹല്ലേലൂയ. അവൻ ഈ സീക്രട്ട് ദൈവത്തിന്റെ ഹൃദയത്തിലിരിക്കുന്ന മർമ്മം എന്ന് പറയും. അപ്പൊ ദൈവം ഇത് ആരോട് ഷെയർ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും വിശ്വസ്തരായവരോട്, ഏറ്റവും അടുപ്പമുള്ളവരോട്, എപ്പോഴും ഫെലോഷിപ്പ് ഉള്ളവരോട്, അവരോട് ഇത് ഷെയർ ചെയ്യത്തില്ല. കണ്ണി കാണുന്നവരെല്ലാം ഷെയർ ചെയ്യത്തില്ല. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ദൈവവുമായിട്ട് അതുപോലെ ആഴമായ ബന്ധത്തിലേക്ക് എത്തണം. അപ്പൊ അത് കിട്ടിയാൽ മാത്രമേ പൗലോസിനെ പ്രസ്താവിക്കാൻ പറ്റത്തുള്ളൂ, ആ മർമ്മത്തെ വെളിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആ മർമ്മം വെളിപ്പെട്ടാൽ മാത്രമേ സാക്ഷിയാകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രാർത്ഥന. പൗലോസ് പ്രാർത്ഥന വിഷയത്തിൽ റിക്വസ്റ്റ് പറഞ്ഞേക്കാം അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പ്രസ്താവിക്കുമ്പോ അത് ഹല്ലേലൂയ മറ്റുള്ളവരോട് പറയുമ്പം ആ വാതിലേക്ക് തുറന്നിട്ട് എന്താ വചനത്തിനകത്ത് കിടക്കുന്ന മർമ്മത്തിന്റെ ആ വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്തിനു വേണ്ടിയിട്ടുള്ളതൊക്കെയാ? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ജഡത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. നമ്മളിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ആമേ നമ്മുടെ ഉള്ളിൽ ഇത് കേൾക്കുമ്പോൾ ഹല്ലേലൂയ, അല്ലെ നമ്മളോട് കാര്യങ്ങൾ പറയാനിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഓരോ കാര്യം വെളിപ്പെടുത്താൻ തയ്യാറായിട്ട് നിൽക്കുക, നമുക്കതൊന്നും കേൾക്കണ്ട അറിയണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്താമണ്ഡലമൊക്കെ ഒന്ന് മാറി സഞ്ചരിക്കണം. പ്രാർത്ഥനാ ജീവിതമൊക്കെ ഒന്ന് മാറണം. നമ്മൾ വിഷയങ്ങൾ പ്രാർത്ഥിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി പഠിച്ചു. പക്ഷേ നമ്മൾ 4 നേരം പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ അത് ഒരു നേരത്തേക്ക് മാറ്റണം. ആ പ്രാർത്ഥനകളെല്ലാം ബാക്കിയുള്ള സമയങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിത്തിന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. ദൈവത്തിന്റെ ഹൃദയത്തിനോട് ചേർന്ന് ദൈവത്തിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയിലെല്ലാം ഹല്ലേലൂയ ഹല്ലേലൂയ അവിടെ സ്തോത്രത്തോടെ നമ്മൾ ജാഗരിക്കണം. ഹല്ലേലൂയ. അപ്പൊ എന്താ ഇതുവരെ എനിക്ക് ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നന്ദിയുള്ള ഹൃദയത്തോടു കൂടി പ്രാർത്ഥിക്കണം. ഇവിടെ പറയുന്ന ജാഗരിപ്പ് എനിക്ക് ബന്ധനക്കാർ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവന നടത്തണം. ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവണ് അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പം തുറന്നു കിട്ടിയ മാത്രം പോരാ, അത് വേണ്ടുപോലെ സംസാരിക്കണം. കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകണം. കേൾക്കുന്നവർക്ക് അത് വിടുതലാകണം. അതിനു വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. അടുത്ത പറയുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ള ജ്ഞാനത്തോടെ പെരുമാറണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണം. നമ്മളെ സമയത്തെ നമ്മളിപ്പം ഇന്ന് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഇന്ത്യൻ ടൈം 4 മണി തുടങ്ങി നമ്മൾ ഇതിനകത്ത് കയറി ഇരിക്കാറുണ്ട്. ശനിയാഴ്ച ദിവസം 3 മണി വന്നിരിക്കുക. പക്ഷെ ഈ സമയത്ത് നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ജൽപ്പനങ്ങൾ പോലെ എന്തൊക്കെയോ പറഞ്ഞിട്ട് സമയത്തെ പാഴാക്കുന്നവരാണോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ജാഗരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? അന്യഭാഷയെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ഇപ്പൊ ഒരാൾ മാത്രം വിഷയങ്ങൾ ഏറ്റെടുത്ത് ബാക്കി എല്ലാവരും അന്യഭാഷ. ഈ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും ആത്മാവുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? അവിടെ കണക്റ്റഡ് ആകുമ്പോൾ മാത്രമേ ഹല്ലേലൂയ അവിടെ നമുക്ക് നമ്മൾ അവിടെ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആപത്ത് വരാൻ പോകുന്നുണ്ടോ, അനർത്ഥങ്ങൾ ശത്രു വല്ല പദ്ധതി വെച്ചിട്ടുണ്ടോ, ഇവർ ഏത് ലെവൽ എങ്ങനെയാണ്, ദൈവം എന്താ, ഇതൊക്കെ നമ്മളോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഇവരുടെ ആത്മീയതയിൽ എന്താ ഇവിടം വരെ എത്തി എന്നൊക്കെ ദൈവം വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിൽ നമ്മൾ കണക്റ്റഡ് ആയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ഒന്നായി ചേർന്ന് രണ്ടും കൂടെ കണക്റ്റഡ് ആയിട്ട് പ്രാർത്ഥിക്കുമ്പോഴേ ഇതൊക്കെ വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. അന്യഭാഷ അല്ലാതെയും പറയാം നമുക്ക്. അന്യഭാഷ പറയുമ്പോൾ എപ്പോഴും ആത്മാവിൽ തന്നെ ശരിക്കും പറഞ്ഞ അന്യഭാഷ സംസാരിക്കുന്നവൻ സംസാരിക്കാൻ ബുദ്ധി അവന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ലെന്ന്. പക്ഷെ ഇവിടേക്ക് പലരും ഞാൻ ഉൾപ്പെടെ പലപ്പോഴും അന്യഭാഷ സംസാരിച്ച് നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിതിങ്ങനെ ഉള്ളിൽ എന്ന് വെച്ചാൽ മെമ്മറി എന്ന് പറയുന്നതല്ല, ചിലപ്പരം പോലെ. പക്ഷെ ഇത് പറയുമ്പോഴും ഇത് ബൈ സ്പിരിറ്റ് തന്നെ നമ്മൾ പറയുന്നു. പക്ഷെ ഈ സ്പിരിറ്റ് നമ്മുടെ സ്പിരിറ്റ് മാത്രമായിട്ടൊന്നും പറയും.
നമ്മുടെ സ്പിരിറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സ്പിരിറ്റ് ചെയ്യുന്നത് വരുമ്പം നമ്മുടെ സ്പിരിറ്റ് ഹോളി സ്പിരിറ്റുമായിട്ട് ഹാലിൽ ഒന്നായി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ചില രഹസ്യങ്ങളും മർമ്മങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹാലയില് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ എത്ര നേരം പ്രാർത്ഥിച്ചാലും ബോറടിക്കത്തില്ല, ക്ഷീണം വരുത്തില്ല, ഉറങ്ങിപ്പോകത്തില്ല. ഹാലയിൽ ഇങ്ങനെ നമ്മുടെ ജഡത്തിന്റെ ഒന്നും അതിന് തൊടത്തില്ല. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ ദൈവം സ്വീകരിക്കുന്ന സമയം മറന്ന് പ്രാർത്ഥിക്കും, മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ അതെപ്പോഴും വെച്ചാൽ ആ കണക്റ്റഡ് ആയി കിട്ടി ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ ഈ ഭൂമിയിൽ ഇരിക്കുന്നിടം മറന്നുപോകും. നമ്മൾ ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങും. ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവ് നമുക്ക് ഓരോന്നും വെളിപ്പെടുത്താൻ തുടങ്ങും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ എന്താ പറയാ, ചിലതൊക്കെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥന നമ്മൾ ചിലതിനെയൊക്കെ കൈക്കുള്ളിൽ ആക്കിക്കൊണ്ട് എഴുന്നേക്കാൻ പറ്റും. ഇതായിരിക്കണം നമ്മൾ അവിടുന്ന് ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്യണം പ്രാർത്ഥിക്കുന്ന സമയത്ത്. എന്നിട്ട് വേണം ഇത് ഓരോരുത്തർക്ക് കൊടുക്കാനായിട്ട്. ഹല്ലേലൂയ. അടുത്ത പറയുന്നത് സമയം തക്കത്തിൽ ഉപയോഗിച്ച് പുറത്തുള്ള ജ്ഞാനത്തോട്. അപ്പം ഈ സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ മാത്രമേ പുറത്തുള്ളവരോട് ജ്ഞാനത്തോട് പെരുമാറാൻ കഴിയത്തുള്ളൂ. പുറത്തുള്ളവരെന്ന് വെച്ചാൽ നമ്മുടെ സഭയ്ക്ക് പുറത്തുള്ളവരാകാം, നമ്മളെന്ന വ്യക്തിക്ക് പുറത്തുള്ളവർ, മറ്റുള്ളവരോട് എന്ന് വെച്ചാൽ അതാ ഉദ്ദേശം. മറ്റുള്ളവർ ജ്ഞാനത്തോട് എന്നിട്ട് ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയുന്ന അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിലാ രുചി വരുത്തിയതും ആയിരിക്കും. ഓരോരുത്തരോടും നമ്മളൊരു ദിവസം 100 പേരെ അല്ലെ 10 പേരെ കണ്ടുമുട്ടുമെങ്കിൽ ഓരോരുത്തരോടും എല്ലാവരോടും ഒരുപോലെ പോയി സംസാരിക്കരുത്. വിശ്വാസികൾ തന്നെ പല ലെവലിൽ നിൽക്കുന്നവരോടുണ്ട്. അവരോടൊക്കെ ഒരുപോലെ അല്ല നമ്മൾ സംസാരിക്കേണ്ടത്. അവരുടെ ആത്മീയ വർധനയ്ക്കനുസരിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയണം. ചില ആൾക്കാർ എപ്പോഴും പറയാറുണ്ട് ഹല്ലേലൂയ, ചിലരുടെ വചനം കേട്ടാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അവരുടെ ലെവല് അവർ ഭയങ്കര കട്ടിയാ അവർ സംസാരിക്കല്ലേ. കട്ടിയായ ആഹാരം എന്ന് പറയുന്നത് നമുക്ക് പാല് കുടിക്കുന്ന പ്രായത്തിരിക്കുന്നവർ ഡൈജസ്റ്റ് ആകില്ല. അങ്ങനെയുള്ള എല്ലാവരോടും നമുക്ക് ഒരുപോലെ സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരോട് എങ്ങനെ സംസാരിക്കണം നമ്മൾ അറിയണമെങ്കിൽ നമുക്കതിന്റെ ജ്ഞാനം വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരോട് ഹല്ലേലൂയ ജ്ഞാനത്തോടുകൂടി സംസാരിക്കാൻ കഴിയത്തുള്ളൂ. ഈ കൊലോസ്യരുടെ 1-ാം അധ്യായം തുടങ്ങി ഭയങ്കര പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് പ്രാർത്ഥന ഇല്ലാതെ ഹല്ലേലൂയ ആ പ്രാർത്ഥന എന്ന് വെച്ചാൽ വെറുതെ പ്രാർത്ഥനയല്ല. നമ്മൾ ജാഗരിച്ചുള്ള പ്രാർത്ഥനയില്ല നമുക്ക് ഹല്ലേലൂയ അവിടേക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ക്രിസ്തുവിനെ നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് അനേകരെ വിടുവിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം? പ്രാർത്ഥന വേണം. നല്ല പ്രാർത്ഥനയുള്ളവർക്ക് മാത്രമേ ഒരാൾ ഇരിക്കുന്നിടത്ത് വിടുവിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. കാരണം രഹസ്യമായ പ്രാർത്ഥന ചെയ്തുള്ളതിന് മാത്രമേ പരസ്യമായിട്ട് ദൈവത്തിന്റെ സാക്ഷിയാകാൻ പറ്റത്തുള്ളൂ, മറ്റുള്ളവരെ വിടുവിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അതിന് കഴിയത്തില്ല. അപ്പൊ നമ്മൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവരെ പരസ്യത്തിൽ പബ്ലിക്കലി ദൈവത്തിന്റെ സാക്ഷിയാകാൻ കഴിയത്തുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നതാണ് നമ്മൾ കയറി നിൽക്കുമ്പോൾ മറ്റൊരിടത്തെ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മളൂടെ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവ് ശക്തി എന്ന് പറയും. അപ്പോസ്തലന്മാരോട് അതുകൊണ്ട് അവരെ കാത്തിരിക്കണം. നിങ്ങൾ കാത്തിരുന്ന ശക്തിയെ പ്രാപിക്കണമെന്ന് പറഞ്ഞ കാര്യം. അപ്പൊ നമുക്കൊരു കാത്തിരിപ്പ് പണ്ടൊക്കെ കാലങ്ങളിൽ എപ്പോഴും പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ടത്തെയൊക്കെ ആൾക്കാർക്കൊക്കെ എത്രത്തോളം ആത്മാവില്ല ശക്തിയൊക്കെ ലഭിച്ചു. അവർക്കൊക്കെ കാത്തിരിപ്പ് യോഗങ്ങളുണ്ടായിരുന്നു. ഞായറാഴ്ച സഭ ആരാധനയ്ക്ക് മുമ്പ് ശനിയാഴ്ച രാത്രിയിലൊക്കെ ഒരു കാത്തിരിപ്പ് യോഗങ്ങൾ നടത്തി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ജാഗരിച്ച് പ്രാപിക്കുമായിരുന്നു. ഹല്ലേലൂയ. അല്ലാതെ എവിടെയെങ്കിലൊക്കെ ഓടി നടന്നിട്ട് ഞായറാഴ്ച പോയിട്ട് സമാരാധനയ്ക്ക് പങ്കെടുക്കുന്നവർ അല്ലായിരുന്നു. ഇന്ന് പലരും ഉണ്ട് വിശ്വാസികളിൽ ഞായറാഴ്ച മറ്റുള്ള ജാതീയമായിട്ടുള്ള ആൾക്കാർ സഭയിൽ പോകുന്ന പോലെ തന്നെ ഞായറാഴ്ച പോകും, ബൈബിൾ കൊണ്ട് താത്തു വെക്കും, അടുത്ത ഞായറാഴ്ച ആകുമ്പോൾ കയ്യിലെടുക്കുന്നുണ്ട്. അങ്ങനെയാകരുത്. ഹല്ലേലൂയ. നമ്മൾ എത്ര പ്രയർ മീറ്റിംഗ് കൂടിയെന്ന് പറഞ്ഞാലും എത്ര വചനം കേട്ടു എന്ന് പറഞ്ഞാലും നമുക്ക് വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട്
ദൈവമായിട്ടൊരു ബന്ധമുണ്ടാണ്, ദൈവമായിട്ടൊരു ഫെലോഷിപ്പ് ഉണ്ടാണ്, ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നവരാണ്, ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രാപിച്ചെടുക്കുന്നവരായിരിക്കണം. അതിന് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തിന് മുമ്പിൽ ദൈവസഭയുടെ മുമ്പിലാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ആണെങ്കിൽ ഒരു സാക്ഷിയായി, ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കാൻ കഴിയത്തുള്ളൂ. സാക്ഷിയാന്ന് വെച്ചാൽ ദൈവത്തെ നമ്മളോട് വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ടിയുള്ള ആഗ്രഹമുള്ളവരൊക്കെ ഹാലേലിയ നമ്മുടെ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ ഒന്നും കൂടെ ഒന്ന് ഹാലേലിയ മോൾഡ് ചെയ്യണം. ഹാലേലിയ നമ്മൾ ദൈവമായിട്ട് പ്രാർത്ഥിക്കുന്ന ഹാലേലിയ അവയെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ എങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇന്നൊന്നും കൂടെ ഒന്ന് ശോധന ചെയ്ത് ഹാലേ നമ്മൾ ദൈവത്തോട് കൂടുതൽ സമയം ഹാലേലിയ വ്യക്തിപരമായിരിക്കും. ഇത് പറയുമ്പോൾ എനിക്കറിയാം ഇതെല്ലാം നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രാർത്ഥനയെ കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ പൗലോസ് പലയിടത്തും പറയുന്നുണ്ട് പ്രാർത്ഥനയെ. പക്ഷെ ഇത് പറയുമ്പോൾ എനിക്കറിയാം എന്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും വലിയ ചലഞ്ചായി വരാൻ പോകുന്ന ഈ വചനം, ഞാൻ എന്ത് വചനം പറയുന്നു അതെന്റെ ജീവിതത്തിൽ ഭയങ്കര ചലഞ്ചായി വരും. എനിക്കിത് നോക്കുകയാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ ഇരിക്കാനേ സമയം തരത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും. അതുപോലെ നമ്മൾ അങ്ങനെ അങ്ങനെ ഉള്ളത് നമ്മുടെ ജഡം എപ്പോഴും നമ്മൾ എന്ത് ആത്മാവ് എന്ത് ആഗ്രഹിക്കുക അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ ജഡത്തെ തോൽപ്പിക്കുമ്പോഴാണ് നമ്മൾ ആത്മാവിനെ ജയിക്കുന്ന, അകത്ത മനുഷ്യൻ ജയത്തോടു കൂടി. അപ്പൊ അകത്ത മനുഷ്യൻ ശക്തി പ്രാപിച്ച് പുറത്ത മനുഷ്യനെ തോൽപ്പിക്കാൻ കഴിയും. നമുക്ക് ഉറക്കം വരുമോ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ? അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കണം, പിന്നെ ഇരിക്കണം. ഹാലേലിയ. അപ്പൊ ആ ശീലത്തെ മാറ്റിയെടുക്കണം. ഹാലേലിയ. ഞാൻ എപ്പോഴും പറയാം, നമ്മൾ രാവിലത്തെ മിക്കവാറും വെളുപ്പിനത്തെ നമ്മുടെ മെസ്സേജ് കഴിഞ്ഞിട്ട് എല്ലാവരും പ്രാർത്ഥിച്ച് വരുമ്പോഴത്തേക്ക് റൗണ്ട് ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് സമയം എടുക്കും. ചിലപ്പോൾ ഉറക്കം വന്നു എല്ലാവരും. പക്ഷെ അതിനെന്താ വെച്ചാൽ നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന് നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വന്നു എഴുന്നേറ്റ് നടന്ന് പ്രാർത്ഥിക്കണം. അല്ലെ അവിടെ റൂമിനുള്ള അങ്ങോട്ടും കൊണ്ടു നടന്നു. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മൾ റൂമിനുള്ള അങ്ങോട്ടും കൊണ്ടും നടന്ന് നമ്മൾ എന്ന് വെച്ചാൽ ഉറങ്ങാൻ നമ്മുടെ ജഡത്തെ അനുവദിച്ചു കൊടുക്കുക. അങ്ങനെ അനുവദിച്ചു കൊടുത്ത നാളെ നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങിപ്പോകും. അല്ലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചിലപ്പം 10 മിനിറ്റ് ആയിരിക്കും. ഈ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ കയറിക്കുമ്പോൾ ബാക്കിയുള്ള സമയം നിങ്ങൾ വെറുതെ മിണ്ടാതെ നിങ്ങൾ ഉറങ്ങിപ്പോകും. ഏത് മനുഷ്യൻ ഉറങ്ങിപ്പോകും. പക്ഷെ ആ സമയത്തൊക്കെ നിങ്ങൾ മിണ്ടാതിരിക്കില്ല. നിങ്ങൾ മൈക്ക് മ്യൂട്ടാക്കിയിരിക്കുമ്പോൾ നിങ്ങളവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ദൈവം നമ്മളോട് ഇടപെടുന്ന വിഷൻസ് ഒക്കെ കാണിച്ച്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇത് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും നമ്മൾ ചില വെളിപ്പാടുകളും ദർശനങ്ങളും അല്ലെങ്കിൽ ചില വാക്യങ്ങളും ഒക്കെ ദൈവം തരും. അപ്പൊ അതെന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ആലോചനയൊക്കെ അറിയിക്കുന്നവരായി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ജാഗരിച്ചുകൊണ്ട് ഇവിടുന്ന് ഉറ്റയൊന്ന് സ്തോത്രത്തോട് ജാഗരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായ ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ കിടക്കുന്ന ചിലതിനൊക്കെ ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് എഴുന്നേൽക്കുന്നവരായിട്ട് മാറ്റി പ്രാർത്ഥന ചെയ്തൊന്ന് മാറട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഞാൻ പറഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ പ്രാർത്ഥന റെക്കോർഡ് ചെയ്ത് ഒന്ന് കേട്ട് നോക്കുക. 3 നേരം 4 നേരം പ്രാർത്ഥിക്കുക. പ്രാർത്ഥന റെക്കോർഡ് ചെയ്ത് കേട്ടിട്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുത്തി പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.